വെൽക്കം ടു ഓൾ. നമ്മൾ 2 ക്ലാസ്സുകളിലായിട്ട് ഫങ്ഷൻസ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ബാക്കി ഭാഗങ്ങളാണ്, അതായത് പ്രൈമറി ഫങ്ഷൻസിലെ കുറച്ച് പോയിൻറ്റ്സുകളും അതുപോലെ തന്നെ സെക്കൻഡറി ഫങ്ഷൻസിലെ കുറച്ച് പോയിൻറ്റ്സുകളുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫങ്ഷൻസ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക്. അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു പ്രൈമറി ഫങ്ഷൻസിനകത്ത് റിസീവിങ് ഡെപ്പോസിറ്റ്സ്, മേക്കിംഗ് ലോൺസ് ആൻഡ് അഡ്വാൻസസ്, ക്രെഡിറ്റ് ക്രിയേഷൻ, ഇതുവരെയാണ് നമ്മൾ പറഞ്ഞു വെച്ചത്. ഇനി ഡിസ്കസ് ചെയ്യാനുള്ളത് ട്രാൻസ്ഫർ ഓഫ് ഫണ്ട്സ്, പ്രാക്ടീസ് ഓഫ് ചെക്ക് ആൻഡ് പ്ലാസ്റ്റിക് കാർഡ് തുടങ്ങിയതാണ്. ദെൻ സെക്കൻഡറി ഫങ്ഷൻസിലെ ഏജൻസി സർവീസസും ജനറൽ യൂട്ടിലിറ്റി സർവീസസുമാണ് ഇനി ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം ട്രാൻസ്ഫർ ഓഫ് ഫണ്ട്സ്, പ്രൈമറി ഫങ്ഷൻസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഫങ്ഷനായിട്ടുള്ള ട്രാൻസ്ഫർ ഓഫ് ഫണ്ട്സിലേക്ക് പോകുന്നു. അപ്പോൾ ഈ ട്രാൻസ്ഫർ ഓഫ് ഫണ്ട്സിനകത്ത് പറയുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബാങ്ക് എന്ത് ചെയ്യുന്നു, ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക്, ഒരു രാജ്യത്തു നിന്നും മറ്റൊരു രാജ്യത്തേക്ക്, അല്ലെങ്കിൽ ഒരു അക്കൗണ്ടിൽ നിന്നും മറ്റൊരു അക്കൗണ്ടിലേക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ സഹായിക്കുന്നു, കസ്റ്റമേഴ്സിനെ സഹായിക്കുന്നു എന്നുള്ളതാണ് ഈ ട്രാൻസ്ഫർ ഓഫ് ഫണ്ട്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലേ? കൊമേഴ്ഷ്യൽ ബാങ്ക്സ് പ്രൊവൈഡ് ഫെസിലിറ്റീസ് ഫോർ ട്രാൻസ്ഫറിങ് ഫണ്ട്സ് ഫ്രം വൺ പാർട്ട് ഓഫ് ദി കൺട്രി ടു അനദർ പാർട്ട്, ഓർ ഫ്രം വൺ കൺട്രി ടു അനദർ കൺട്രി, ഓർ ഫ്രം വൺ അക്കൗണ്ട് ടു അനദർ അക്കൗണ്ട്. അതാണ് ഈ ഒരു ട്രാൻസ്ഫർ ഓഫ് ഫണ്ട്സുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അതിൽ തന്നെ ഡിഫറൻറ്റ് മെക്കാനിസംസ് വഴിയാണ് അവർ ഈ ഫണ്ടുകൾ ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ, RTGS, NEFT, മെയിൽ ട്രാൻസ്ഫേഴ്സ് തുടങ്ങിയ ഒരുപാട് മോഡേൺ ടെക്നിക്സ് നമുക്ക് അവൈലബിൾ ആണ് ഫണ്ട് ട്രാൻസ്ഫറിങ്ങുമായി ബന്ധപ്പെട്ട്. അത്തരത്തിലുള്ള ഫെസിലിറ്റീസൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഫണ്ടുകൾ ട്രാൻസ്ഫർ ചെയ്യുന്നു. ഇത് കൊമേഴ്ഷ്യൽ ബാങ്ക്സിൻ്റെ പ്രധാനപ്പെട്ട പ്രൈമറി ഫങ്ഷൻസിൽപ്പെട്ട ഒരു പോയിൻ്റാണ് ട്രാൻസ്ഫർ ഓഫ് ഫണ്ട്സ്. ദെൻ ദി ലാസ്റ്റ് പോയിൻറ്റ്, ഇനി നമ്മൾ സെക്കൻഡറി ഫങ്ഷൻസിലേക്ക് പോകും. ആ സെക്കൻഡറി ഫങ്ഷൻസിനകത്ത് നമ്മൾ കാര്യമായിട്ട് നോക്കുന്നത് ഏജൻസി സർവീസസ്, അതുപോലെ തന്നെ ജനറൽ യൂട്ടിലിറ്റി സർവീസസ്. ഏജൻസി സർവീസസും ജനറൽ യൂട്ടിലിറ്റി സർവീസസും. അപ്പോൾ അതിനകത്ത് നോക്കുക, ഏജൻസി സർവീസസിനകത്ത് എന്തെല്ലാമാണ് ഏജൻസി സർവീസസിൽ വരുന്നത്. അതായത് കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് ബാങ്കുകൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു. അതിനെയാണ് നമ്മൾ ഏജൻസി സർവീസസ് എന്ന് പറയുന്നത്. അതായത് കസ്റ്റമേഴ്സിൻ്റെ ഒരു ഏജൻ്റായിട്ട് ഇവിടെ ബാങ്കുകൾ പ്രവർത്തിക്കുന്നു. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ്? കളക്ഷൻ ഓഫ് ക്രെഡിറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് കളക്ട് ചെയ്യുന്നു. ചെക്കുകൾ, ബില്ലുകൾ, പ്രൊമിസറി നോട്ട്സുകൾ തുടങ്ങിയ ഒരുപാട് ക്രെഡിറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് കളക്ട് ചെയ്ത് കൊടുക്കുന്നു കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട്. കളക്ഷൻ ഓഫ് ഡിവിഡൻസ്, ഷെയറുകൾ, അതായത് ഷെയർ മാർക്കറ്റിലൊക്കെ ഏർപ്പെട്ട ആളുകൾക്ക് ആ ഷെയറിൻ്റെ പ്രോഫിറ്റാണ് ഡിവിഡൻറ്റ് എന്ന് പറയുന്നത്. ആ ഡിവിഡൻറ്റുകൾ ശേഖരിക്കുന്നു, കളക്ട് ചെയ്യുന്നു. ദെൻ പർച്ചേസ് ആൻഡ് സെയിൽ ഓഫ് സെക്യൂരിറ്റീസ്. ഇവിടെ കസ്റ്റമേഴ്സ് പറയുന്നതിനനുസരിച്ച് അവർ സെക്യൂരിറ്റീസ് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നു. ദെൻ ആക്ട് ആസ് എ ട്രസ്റ്റി ഓർ എക്സിക്യൂട്ടർ. എന്താണ് ട്രസ്റ്റി ഓർ എക്സിക്യൂട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഓർ അറ്റോർണി ഫോർ ദി കസ്റ്റമേഴ്സ് വിൽ. ഒരു കസ്റ്റമർ മരിച്ചു പോവുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്വത്ത് അത് എങ്ങനെയൊക്കെ ആയിരിക്കണം, വീതം വെക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ബാങ്ക് അതുപോലെ ആക്ട് ചെയ്യും. അല്ലെങ്കിൽ അവരുടെ പേരിൽ എത്രത്തോളം ഡെപ്പോസിറ്റ് കാര്യങ്ങളുണ്ടെങ്കിൽ ആ ഡെപ്പോസിറ്റ് എങ്ങനെയൊക്കെയാണ് വിനിയോഗിക്കേണ്ടതെന്ന് അദ്ദേഹത്തിൻ്റെ ആ വില്ലിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുപോലെ ബാങ്കുകൾ ചെയ്തു കൊടുക്കുന്നു. ഒരു ട്രസ്റ്റി അല്ലെങ്കിൽ എക്സിക്യൂട്ടറായിട്ട് പ്രവർത്തിക്കുന്നു. ദെൻ എക്സിക്യൂഷൻ ഓഫ് സ്റ്റാൻഡിങ് ഓർഡേഴ്സ്. അതായത് കസ്റ്റമേഴ്സിന് പറയാം എല്ലാ മാസം 5-ാം തീയതി ഈ ബില്ല് അടയ്ക്കണം, അല്ലെങ്കിൽ ഈ ഇത്ര രൂപ ട്രാൻസ്ഫർ ചെയ്യണം, ഈ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം എന്ന് പറഞ്ഞ് നമ്മൾ ചില സ്റ്റാൻഡിങ് ഓർഡേഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ അതിനനുസരിച്ച് ബാങ്കുകൾ അത് പേ ചെയ്ത് തരും. സോ ദീസ് ആർ ദി ഏജൻസി സർവീസസ്. കുറച്ചുകൂടി ഏജൻസി സർവീസ് നമുക്ക് നോക്കാം. ദെൻ റെമിറ്റൻസ് ഓഫ് ഫണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക്, ഫോർ എക്സാമ്പിൾ നമ്മളെ വിദേശ രാജ്യത്തുള്ള ആളുകളൊക്കെ നമ്മുടെ നാട്ടിലേക്ക് പണം അയക്കുന്ന പോലത്തുള്ള സർവീസുകൾ, റെമിറ്റൻസ് ഓഫ് ഫണ്ട്സ്. ദെൻ ആക്ടിങ് ആസ് എ റെപ്രസെൻറ്റേറ്റീവ്. ഒരു റെപ്രസെൻറ്റേറ്റീവായിട്ട് കസ്റ്റമേഴ്സിന് വേണ്ടി എല്ലാ കാര്യങ്ങളും സംസാരിക്കാനും ഇടപെടാനും ഉള്ള ഒരാൾ എന്ന രീതിയിൽ റെപ്രസെൻറ്റേറ്റീവായിട്ട് ഇത് പ്രവർത്തിക്കുന്നു. ഡീൽസ് വിത്ത് ഫോറക്സ് ബൈയിങ് ആൻഡ് സെല്ലിങ്, ഫോറിൻ എക്സ്ചേഞ്ച്, അതായത് ഡോളർ, യൂറോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നു കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട്. ആക്ട് ആസ് ആൻ ഇൻകം ടാക്സ് കൺസൾട്ടൻറ്റ്, ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ട കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് കാര്യങ്ങളൊക്കെ തന്നുകൊണ്ട് കസ്റ്റമേഴ്സിനെ സഹായിക്കുന്നു. ആക്ട് ആസ് ഏജൻറ്റ്സ് ഫോർ ഗവൺമെൻറ്റിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനുള്ള ഒരു ഏജൻ്റായിട്ട് പ്രവർത്തിക്കുന്നു. മേക്ക് ആപ്ലിക്കേഷൻസ് ഓൺ ബിഹാഫ് ഓഫ് കസ്റ്റമേഴ്സ് ഫോർ ദി അലോട്ട്മെൻറ്റ്സ്
അറൈസിങ് ഫ്രം ന്യൂ ക്യാപിറ്റൽ ഇഷ്യൂസ്. അപ്പോൾ ന്യൂ ക്യാപിറ്റൽ ഇൻസ്ട്രുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് കസ്റ്റമേഴ്സിന് അത് പർച്ചേസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ആപ്ലിക്കേഷൻസും തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഹെൽപ്പ് ചെയ്യുന്നു. ഇതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഏജൻസി സർവീസസ് എന്ന് പറയുന്നത്. ദെൻ അടുത്തത് ജനറൽ യൂട്ടിലിറ്റി സർവീസസ്. ജനറൽ യൂട്ടിലിറ്റി സർവീസസ് എന്ന് പറയുമ്പോൾ എല്ലാ ആളുകൾക്കും ഉപകാരപ്പെടുന്ന രീതിയിലുള്ള സർവീസസിനെയാണ് നമ്മളെന്ത് പറയാം, ജനറൽ യൂട്ടിലിറ്റി സർവീസസ് എന്ന് പറയാം. അതിൽ പ്രധാനമായിട്ടും വരുന്നത് സേഫ് കസ്റ്റഡി ഓഫ് വാല്യുബിൾസ്. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട വാല്യുബിൾസിനെ സൂക്ഷിച്ചു വെക്കുന്നു. വിലപിടിപ്പുള്ള നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രഷ്യസ് സ്റ്റോൺസ് ആവാം, ഗോൾഡുകളാവാം, കറൻസീസ്, കോയിൻസ്, അങ്ങനെ എന്തും ആവാം. ഇതൊക്കെ വളരെ സേഫ് കസ്റ്റഡിയിൽ സൂക്ഷിക്കുന്നു. ലോക്കർ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നു. ഇഷ്യൂ ഓഫ് ലെറ്റേഴ്സ് ഓഫ് ക്രെഡിറ്റ്, ഡ്രാഫ്റ്റുകൾ, ട്രാവലേഴ്സ് ചെക്ക് തുടങ്ങിയ കാര്യങ്ങൾ ഇഷ്യൂ ചെയ്തു തരുന്നു. ദെൻ ഡിമാൻഡ് ഡ്രാഫ്റ്റ് പോലുള്ള കാര്യങ്ങളൊക്കെ എല്ലാ ആളുകൾക്കും കൊടുക്കുന്നു. അടുത്ത ക്രെഡിറ്റ് കാർഡും ഡെബിറ്റ് കാർഡുകളും ഇഷ്യൂ ചെയ്യുന്നു. ATM കാർഡുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നു. ഫോറെക്സ് ഫെസിലിറ്റീസ്, അതായത് ഫോറിൻ എക്സ്ചേഞ്ച്, ഡോളർ, യൂറോ അങ്ങനെയുള്ള അതുമായി ബന്ധപ്പെട്ട ഡീലിങ്സുകൾ നടത്തുന്നു. ദെൻ ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസിങ്, നമ്മളെന്തെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുകയാണെങ്കിൽ അനാവശ്യമായിട്ടുള്ള ഗൈഡ് ലൈൻസും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നു. അണ്ടർറൈറ്റ്സ് ഷെയർസ് ആൻഡ് ഡിബെഞ്ചേഴ്സ്, ഷെയറുകൾ ഏറ്റെടുക്കുന്നു. ഡിബെഞ്ചേഴ്സ്, കടപ്പത്രങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തു തരുന്നു. സോ ദീസ് ആർ ദി ജനറൽ യൂട്ടിലിറ്റി സർവീസസ്. അപ്പോൾ ഇതാണ് നമ്മുടെ ബാങ്കുകളുടെ ഫങ്ഷൻസുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അപ്പോൾ പ്രൈമറി ഫങ്ഷൻസ്, സെക്കൻഡറി ഫങ്ഷൻസ്, അതാണ് കാര്യമായിട്ട് വരുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.